അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പലപ്പോഴേ ഈ സന്ദേശ് ജിങ്കൻ സെൻറ്റർ ബാക്ക് കളിക്കുമ്പോഴേ സാധാരണ മലയാളികൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, വേറെ എത്ര പ്ലേസ് ഉണ്ട്, ഇയാളെന്താ കളിപ്പിക്കുന്നത് എന്നുള്ളൊരു നമുക്കിങ്ങനെ ആൾക്കാരെ നമ്മൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ നമ്മൾ മുസ്തഫ കേട്ടിട്ടുണ്ടാവും ഇയാൾ എന്താ ഇയാളടി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഒരു ആദ്യം ഒരു കോച്ച് നോക്കുക, ഈ ബിൽഡപ്പ് പ്ലേയുടെ അപ്പുറത്തേക്ക് ഇയാൾക്ക് ഡിഫെൻസീവ് ക്വാളിറ്റി എന്താ ആദ്യം നോക്കുക. കാരണം നമ്മൾ ഡിഫൻഡറാണല്ലോ. അതെ അതെ അതെ. ഇയാൾ ഡിഫെൻസിൻ്റെ പുറത്തേക്ക് ഇയാൾ ബിൽഡപ്പ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് മാത്രം ഇയാളെ ഡിഫെൻസിലേക്ക് ഒരു കോച്ച് എടുക്കണം എന്നില്ല. കാരണം നമ്മുടെ പ്രൈം ഒബ്ജക്റ്റ് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രൈമറി ഒബ്ജക്റ്റീവിൽ ഇയാൾ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ബിൽഡപ്പ് പ്ലെയർ വന്നാലല്ലേ കോച്ച് ഇത് ചൂസ് ചെയ്യുള്ളൂ. അതെ. അപ്പം അൻവർ അലിയാണ് അതിന് വേറെ ഉദാഹരണം. അൻവർ നന്നായി കളിക്കുന്ന ഒരു സെൻറ്റർ ബാക്കാണ്. അതെ. പക്ഷെ ഒരു അൻവർ അല്ല, 10 അൻവറിൽ വന്നാലാണ് കോച്ചിന് സ്യൂട്ടബിളായ പ്ലേസിനെ അയാൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കോമ്പറ്റീഷനും വരുള്ളൂ. കോമ്പറ്റീഷൻ ഇല്ലല്ലോ. കോമ്പറ്റീഷൻ പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് നാഷണൽ ലീഗിനെ മാറ്റി വെച്ച് നമ്മൾ ISLക്ക് നോക്കണം, അല്ല I ലീഗിലേക്ക് നോക്കണം. അവിടെ നിന്നുള്ള പ്ലേസ് നാഷണൽ ടീമിലേക്ക് അല്ല കോച്ചുമാർക്ക് എല്ലാ ലീഗിലും പോയിട്ട് കോച്ചുമാർക്ക് വാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ISL കാണുന്നു, ഓക്കെ എൻ്റെ സിസ്റ്റമുള്ള ഇപ്പോൾ മാനുവൽമാർ അയാളൊരു സിസ്റ്റം നമ്മൾ ഗോവയെയും നമ്മൾ ഹൈദരാബാദിനും പഠിക്കുമ്പോൾ വളരെ കാമായിട്ട് വളരെ ഓർഗനൈസ് ചെയ്ത് പന്ത് കളിക്കുന്ന ഒരു കോച്ചാണ്, കളിപ്പിക്കുന്ന ഒരു കോച്ചാണ്. കാരണം അയാൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അയാൾക്കൊരു ആംഗിൾ ഉണ്ടായിരിക്കും എൻ്റെ പ്ലേയേഴ്സ് എങ്ങനെ കളിക്കണം. അപ്പോൾ അയാളുടെ സിസ്റ്റമുള്ള അഡാപ്റ്റ് ചെയ്യുന്ന പ്ലേയേഴ്സിനോട് സെലക്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ കണ്ണിൽ വേറെ ആയിരിക്കും, കോച്ചിൻ്റെ കണ്ണിൽ എൻ്റെ കണ്ണിലും പിന്നെ വേറെ ആയിരിക്കും. പക്ഷെ ഇയാളുടെ കണ്ണിൽ വേറെ ആംഗിളായിരിക്കും കാണുക. പക്ഷെ നമ്മളിതൊക്കെ നോക്കിയിട്ട് ഈ ടീം എന്ത് ചെയ്യുന്നു, അവർ ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ, ഇതിനെ നോക്കിയിട്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. ഇതിന് നിലവാരം കൂടുന്നുണ്ടോ, ഇതിന് നിലവാരം കൂടാൻ ഈ കോച്ച് എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കുന്നത്, ഈ വിഷയങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങൾ.